ഹായ്, നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളോടുള്ള ഇനോവ ക്രിസ്റ്റയാണ്. ഇനോവ ക്രിസ്റ്റയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇനോവ ക്രിസ്റ്റ, ഇനോവ ഹൈക്രോസ് അങ്ങനെ വെച്ച് ഈ സെഗ്മെൻറ്റ് കിരീടം വെക്കാത്തൊരു രാജാവാണെന്ന് തന്നെ പറയാം. എനിക്ക് പക്ഷേ പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇനോവ ക്രിസ്റ്റയാണ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. ജസ്റ്റ് ഇപ്പം ഇനോവ ക്രിസ്റ്റ ഒത്തിരി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാലോ. വണ്ടിയുടെ ഒരു 2400 cc ആണ് വണ്ടി വരുന്നത്. 2400 cc 147 PS പവറും. അതുപോലെ തന്നെ നമുക്ക് ഇനോവ ക്രിസ്റ്റ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഡീസൽ എഞ്ചിനാണ്. 2400 cc വണ്ടിയാണ്. അതുപോലെ തന്നെ സ്പോർട്സ് മോഡ് കാര്യങ്ങളെല്ലാം ആയിട്ട് വണ്ടി അത്യാവശ്യം പവറും കാര്യങ്ങളും ഉണ്ട്. പഴയ വണ്ടിയിൽ നിന്ന് അത്യാവശ്യം അപ്ഡേറ്റ് ചെയ്താണ് വണ്ടി വന്നേക്കുന്നത്. അതുപോലെ സേഫ്റ്റിക്കും അത്യാവശ്യം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനോവ ക്രിസ്റ്റയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഡീസൽ എഞ്ചിനാണ്. 2400 cc വരുന്നത് ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 147 PS പവറാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പവറാണ് വണ്ടി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടി അത്യാവശ്യം സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എയർ ബാഗും കാര്യങ്ങളും പഴയ നമ്മൾ ഇനോവയിൽ നിന്ന് ഒത്തിരി ക്രിസ്റ്റയിലോട്ട് വന്നപ്പോൾ ഒത്തിരി അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ മോഡും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിപ്പം വണ്ടി ഇപ്പോൾ ഇത് 8 സീറ്റർ വണ്ടിയാണ്. നമ്മളിപ്പോൾ ഒരു 8 പേരാണെങ്കിലും പവർ മോഡും കാര്യങ്ങളും ഇട്ടാൽ വണ്ടി ഏത് കയറ്റവും അടിപൊളിയായിട്ട് കയറി വരുന്നുണ്ട്. ഇതാണ് നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ വരുന്നത്. ഇനോവ ക്രിസ്റ്റയെക്കുറിച്ച് നമ്മൾ ഒത്തിരി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും അത്രയും പരിചിതമാണല്ലോ. നമുക്ക് സൈഡിലോട്ട് വരാം. അപ്പം സൈഡിലോട്ട് വരുമ്പോൾ നമുക്കൊരു മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ അലോയ് ആണ്. അതുപോലെ തന്നെ സൈസ് വരുന്നത് 215 65 16 വരുന്നത്. ഇതാണ് നമ്മുടെ സൈഡ് വ്യൂ വരുന്നത്. നമ്മളെ ഡോർ ഹാൻഡിലൊക്കെ വരുന്ന ഒരു ക്രോം ഫിനിഷാണ് വരുന്നത്. അതുപോലെ നമുക്ക് ബാക്കിലോട്ടും കൂടെ ഒന്ന് പോവാം. ബാക്കിലോട്ട് വരുമ്പോൾ നമുക്കൊരു LED ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വൈപ്പർ, ഡീക്രോമ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനോവ ക്രിസ്റ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ എല്ലാം ഒരു സ്റ്റാൻഡേർഡ് രീതിയിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ അകത്തോട്ട് പോകാം, ഇന്റീരിയർ കാണാം. ഇതാണ് നമ്മുടെ ക്രിസ്റ്റയുടെ ഇന്റീരിയർ വരുന്നത്. ഇത് ബേസ് മോഡൽ വണ്ടിയാണ്. നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളോ കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പം ഈ ഓളിംഗ് കൺട്രോളൊക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നതാണ്. സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് പവർ വിൻഡോയുടെ സ്വിച്ചും കാര്യങ്ങളെല്ലാം കാണാം. അതുപോലെ തന്നെ അകത്തൊരു ഫിയാനോ ഫിനിഷിങ് ഇത് പോയിട്ടുണ്ട്. അത്യാവശ്യം ലുക്കായിട്ടാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ സിസ്റ്റം വന്നേക്കുന്നത് 8 ഇഞ്ചാണ് വന്നേക്കുന്നത്. പിന്നെ ഈ വണ്ടിയിലെ ഏറ്റവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് പക്കാ ഡ്രൈവേഴ്സ് കാറാണ്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡ്രൈവിംഗ് ഫീലാണ് വണ്ടി തരുന്നത്. അതുപോലെ തന്നെ നല്ല യാത്രാസുഖവും കാര്യങ്ങളൊക്കെ. എനിക്ക് ഇനോവയെക്കാളും കുറച്ചുകൂടെ ഇഷ്ടം ക്രിസ്റ്റയാണെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ക്രിസ്റ്റയാണ് കുറച്ചും കൂടെ ലുക്കും കാര്യങ്ങളും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ പവർ കാര്യങ്ങളും എനിക്ക് ക്രിസ്റ്റയാണ് ഇഷ്ടപ്പെട്ടത്. അത്യാവശ്യം പിന്നെ ഓടിക്കാനും സ്മൂത്ത് ക്രിസ്റ്റയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ചിലർക്ക് പഴയ ഇനോവയാണ് ഇഷ്ടം. എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഇതാണ്. കാരണം എന്ന് പറഞ്ഞാൽ പവറും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ്. കാരണം നമുക്കൊരു ചെറിയ രീതിയിലും മറ്റേ ഗിയർ പോലും ഡൗൺ ചെയ്യേണ്ട ഒരു സെക്കൻഡ് ഗിയറിലാണെങ്കിലും വണ്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ ഡീസൽ എഞ്ചിനാണ് ഏറ്റവും നല്ലത്. കാരണം അത്രയും ലൈഫ് കിട്ടുന്നൊരു എഞ്ചിനാണ്. കാരണം ഒരു 3-4 ലക്ഷം കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞാൽ ഒരു അനക്കം പോലും വരാത്തൊരു എഞ്ചിനാണ് ക്രിസ്റ്റയുടെ ഡീസൽ എഞ്ചിൻ വരുന്നത്. ഇനി നമുക്ക് കുറച്ച് വണ്ടിയുടെ അകത്തെ വിശേഷങ്ങളിലോട്ട് വരാം. ഒരു ദൂരയാത്ര എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെ മനസ്സിലോട്ട് ഓടി വരുന്ന വണ്ടി ഇനോവയാണ്. അല്ല ഇനോവ ക്രിസ്റ്റ ഇനോവ. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും യാത്രാസുഖമുള്ള വണ്ടി എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, നമുക്കിപ്പം 1 ലക്ഷം കിലോമീറ്റർ മണ്ടേ ഓടിയൊരു വണ്ടി സെക്കൻഡ് എടുക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ അതെല്ലാവരും പറഞ്ഞ് ഇനോവ അല്ല ഇനോവ ക്രിസ്റ്റ അങ്ങനെ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയിൽ ഏറ്റവും യാത്രാസുഖമുള്ള സീറ്റ് കാണാം. ഈ സീറ്റാണ് വണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ യാത്രാസുഖം വരുന്നത്. അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്പേസ് ഉണ്ട്. അത്യാവശ്യമല്ല, നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. ഇത് 8 സീറ്ററാണ് വണ്ടി വരുന്നത്. അതുപോലെ തന്നെ പുറകിലും 2 സീറ്റ് വരുന്നുണ്ട്. അത് നമുക്ക് 2 പേർക്ക് സുഖകരമായിട്ടിരിക്കാം. അതുപോലെ ബൂട്ട് സ്പേസ് വരുന്നത് വണ്ടിക്ക് ഒരു 300 ബൂട്ട് സ്പേസ് കാണിക്കാൻ നമ്മൾ കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ടൊരു ചെറിയ രീതിയെ കാണിക്കുന്നുള്ളൂ. ഫുൾ ലഗേജ് ഇരിക്കുകയാണ്. അതുപോലെ ഇനോവ ഓടിക്കാൻ നമുക്ക് അതുപോലെ പക്ക വണ്ടി ഹാൻഡിലിംഗ് ആണ്. കാരണം പറഞ്ഞാൽ നമുക്ക് പക്ക റോഡ് ഗ്രിപ്പും അതുപോലെ തന്നെ നല്ല വെയിറ്റ് ഉള്ളൊരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീലുമാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അത്യാവശ്യം ഇതിലെ വേണമെങ്കിലും കയറി പോകാൻ പറ്റും. പിന്നെ നല്ല ടോർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പം അത്യാവശ്യം എന്നാ കയറ്റാണെങ്കിലും നല്ല ലോഡാണെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് എന്താ പറയുക 8 പേരുണ്ടെങ്കിൽ പോലും നമുക്കൊരു സെക്കൻഡ് ഗിയർ വണ്ടി സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. പിന്നെ മാക്സിമം നമുക്ക് ഗിയർ ഡൗണിങ്ങും കുറയുന്നുണ്ട്. പിന്നെ എനിക്ക് ആ പടം ഒരു ചെറിയൊരു പോരായ്മ തോന്നിയെന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് പില്ലറാണ്. അത് ചില സമയത്ത് ബ്ലൈൻഡ് സ്പോട്ടായിട്ട് വരുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. വേറെ വണ്ടി പക്ക ഓക്കെയാണ്. പിന്നെ യാത്രാസുഖത്തിൽ ഇനോവ എല്ലാം വേറെ വണ്ടി ഈ സെഗ്മെൻറ്റിൽ ഇല്ല.
കാരണം അത്ര യാത്രാസുഖമാണ് വണ്ടി തരുന്നത്. പിന്നെ ബ്രേക്കിംഗ് ആണെങ്കിലും എല്ലാം അത്യാവശ്യം ഓക്കെയാണ്. നമുക്ക് ഈ വണ്ടി വരുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ 3400 ടോർക്ക് വരുന്നത്. നല്ല അടിപൊളി ടോർക്കാണ്. കാരണം പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു കുത്ത് കയറ്റാണ് വണ്ടി കയറുന്നത്. നമുക്ക് സെക്കൻഡ് ഗിയറെ വണ്ടി ടൈറ്റിലോടെ എന്നാലും വണ്ടി കൂളായിട്ടാണ് വണ്ടി കയറി വരുന്നത്. നമുക്ക് വലിയ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വണ്ടി കൂളായിട്ട് വണ്ടി കയറി വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വണ്ടിക്ക് നല്ല ഓടിക്കാൻ നല്ല സുഖമാണ്. അപ്പം ഇതുപോലെ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനി അടുത്ത പ്രാവശ്യം കാണാം.